നല്ല RPM ഉള്ള മെഷീൻ കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ പവർ കാണിച്ചു തരാം. ഗൈസ് എൻ്റെ കോലം നോക്കിക്കേ. സംഭവം എന്താ അറിയോ, കുറേ നാൾ മുന്നേ ചെയ്ത പരിപാടിയാണ്. ഞാൻ മുന്നേ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശീലം വെച്ചിട്ട് വീണ്ടും ചെയ്ത പരിപാടിയാണ്. കാരണം എൻ്റെ കൈ കണ്ടതൊക്കെ കേട്ടോ. എന്താ ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. മൊത്തം പൊടി. എൻ്റെ കൈയാണെങ്കിൽ മരവിച്ചിരിക്കുക, തരിച്ചിട്ട് മരവിച്ചിരിക്കുകയാണ്. ഇതുണ്ട കൈ ഇങ്ങനെ പിടിക്കുമ്പോഴേ. അപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കോൺക്രീറ്റ് ഉണ്ട് വീടിൻ്റെ അവിടെ. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ പൊളിക്കുകയാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് കാണിച്ചു തരട്ടെ ഞാൻ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫുള്ള് ഒരു സ്ലാബ് പോലെ വർക്കാൻ വേണ്ടി ചെയ്താണ്. അപ്പോൾ ഇവിടെ വാഷ് ബേസും കാര്യങ്ങളും വരും. പിന്നെ എന്താ ഉള്ളിലുണ്ടോ മാറി കാണില്ല അവിടെ കേട്ടോ. ഇവിടെ വെച്ചിട്ട് വേണ്ടത് നമുക്ക് നല്ല രീതിയിൽ കീറെടുക്കുക. എന്നിട്ട് ഇവിടെ കോൺക്രീറ്റുള്ള പരിപാടി ഇനി ഇവിടെയും കാണിച്ചു കേട്ടോ. ഇതുണ്ട് ഈ ഏരിയ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പൊളിക്കുകയാണ് ഈ ഏരിയ. അപ്പോൾ മെഷീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ല രീതിയിൽ നല്ല RPM ഉള്ള മെഷീൻ കേട്ടോ. ജസ്റ്റ് ഇതിന് പേടിച്ച് ഓടി. കാരണം ഞാനടക്കം പേടിച്ച് പോയി. സാധനം ഓണാക്കിയപ്പോൾ അവിടെ കയ്യിൽ നിന്ന് ഒറ്റ തെറിക്കിലാണ്. അതിൻ്റെ പവർ ഞാൻ കാണിച്ചില്ല. കാരണം അത്രയ്ക്ക് അവിടെ കിടന്ന ചെറിയ ഇലകളടക്കം പാറിപ്പോവുക. ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ട പാടുണ്ടല്ലോ. എൻ്റെ കയ്യിൽ ക്യാമറ, പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഉപ്പ വന്ന് ഉപ്പാൻ്റെ മൊബൈൽ പിടിക്കാൻ പറഞ്ഞിട്ട് ഇവനെ ഓഫ് ചെയ്ത് തരുന്നു. കാരണം വിട്ട് എങ്ങനെയും കയ്യിൽ നിന്ന് സാധനം പോകും കേട്ടോ. ഓഫ് ചെയ്തിട്ട് മെഷീൻ നിൽക്കണില്ല, അങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ മെഷീൻ വെച്ചിട്ട് പൊളിച്ച പരിപാടിയാണ് കാണുന്നത്. നല്ല RPM പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ചേക്ക ഓണാക്കി അവിടെ പേടിച്ച് ഓടി. നിങ്ങൾ കണ്ടില്ല അവിടുത്തെ പറക്കണത്. എൻ്റെ കൈയൊക്കെ മരവിച്ചിരിക്കുക. അതൊക്കെ ആ മെഷീൻ പിടിച്ചിട്ട് എന്നിട്ട് വിളിച്ചാൽ ഇതാ ഇവിടെ 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 ഇങ്ങോട്ട് കട്ട് ചെയ്യല്ലേ? ശരി ശരി ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്യാം. കുറച്ച് കയറ്റിടണം. കട്ട് ചെയ്തല്ലോ ഇവിടെ. എത്ര കയറ്റണം? മേളിൽ കയറ്റണം അല്ലേ? കുറച്ചിതാ ഇങ്ങോട്ട് കയറ്റി കട്ട് ചെയ്തോ. ശരി ശരി ശരി. അങ്ങനെ കിട്ടുന്നില്ലേ? ഞാൻ ഈ വിഷയം കൊടുത്താൽ അവിടെ ഉപ്പയുടെ ഒരു നല്ല RPM വിഷയമാണ്. ഉപ്പയാണ് ആദ്യം കട്ട് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്നിട്ട് മെഷീന് ഞാൻ കയ്യേറ്റ് പിടിച്ച അവിടെ ഉപ്പാനോട് പറഞ്ഞ് നിങ്ങൾ പിടിക്കണ്ട, ഞാൻ ചെയ്തോണ്ട് പറഞ്ഞു. കാരണം ഉപ്പ 2 കയ്യേറ്റ് പിടിച്ച് അമർത്തിയിട്ട് ചെയ്യണത്. ഉപ്പനെ മൂക്കിലോട്ടോ കണ്ണിലോട്ടൊക്കെ പൊടി പാറിയിട്ടേ അവസരം പിന്നെ ഞാൻ പിടിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ മാസ്ക് എനിക്ക് ഓൾറെഡി അലർജി ഉള്ളതുകൊണ്ട് എന്താക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാസ്ക് ഇട്ട് പിന്നെ ആ ഒരു കയ്യിലൊരു ബോർഡ് കണ്ടാ മോന്തൊക്കെ വരാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. പിന്നെ ഇത് ഈ പൊടി പാറികൾ ആ മെഷീൻ്റെ പവർ കാരണം കൊണ്ടുണ്ടല്ലോ ഫുള്ള് ഇവിടെ മഞ്ഞ് കയറിയ പോലെ ഇപ്പോൾ ഫുള്ള് പൊടി പാറിയിട്ടേ. പക്ഷേ ആ സിമെൻറ്റ് അത്രക്കും പവറുള്ള മെഷീൻ ആയതുകൊണ്ട് തന്നെ ഒരു കുറേ ആയിട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല, ഫുള്ള് പൊടി മാറിയിട്ട് ആ ലെവലിൽ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഒറ്റ കൈയായിട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. കാരണം ഞാൻ അതിന് കുറച്ച് നേരം ഞാൻ 2 കൈയായിട്ടാണ് പിടിച്ചത്. പിന്നെ ഒറ്റ കൈ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി. കീരം വെച്ചിട്ട് ഇത് കണ്ട ഇവിടെ കീറിക്കണണ്ട പൊളിച്ചെടുക്കുകയാണ്. മെഷീൻ്റെ പവർ കാണിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. അതാണെങ്കിൽ മുടി അതിപ്പോൾ മുടി നല്ല കല്ല് പോലെ ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ നല്ല പൊടി മൊത്തം മുടിയുടെ ഉള്ളിൽ കയറി നിൽക്കുകയാണ്.
പിന്നെ കൈ എന്താ അറിയില്ല മരവിച്ചുകൊണ്ടാണ് എനിക്കറിയില്ല. അടുത്ത കൈ നോട്ടെ. അല്ല കേട്ടോ, മുടിയിൽ ഫുള്ള് മറ്റേ സിമെൻറ്റ് പൊടി കയറിക്കണ്. 3 കോലം നോക്കി 3 കോലം നോക്കിക്കേ. അപ്പോൾ അടുത്ത വീഡിയോ ടാറ്റ ബൈ ബൈ.